നമുക്കിന്ന് കോട്ടയം സ്റ്റൈൽ നല്ല കൊടംപുളി ഇട്ട് വെറ്റിച്ച മീൻകറി ഉണ്ടാക്കിയാലോ. അതിനായി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം, കറിവേപ്പില. നമ്മൾ മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് കടുക് ഇടാം. അതിനുശേഷം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്ന ശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം, പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ തക്കാളിപ്പഴം ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും പിരിമുളക് പൊടിയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുക. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നല്ല കുറുകുറാന്നായിട്ടുണ്ട്. നമ്മളിന്ന് കറി വയ്ക്കാൻ പോകുന്നത് വരാല് മീനാണേ. ഇനി നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മൾ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ മെയിൻ സാധനം ചേർക്കാൻ പോകുന്നത്. കൊടംപുളി നമ്മളൊരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പുളി ഒന്ന് ഇറങ്ങണം. അപ്പോൾ നമുക്ക് കറി ഒന്ന് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം മീനിൻ്റെ പനിനീനും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ നമ്മുടെ നല്ല കുറുകിയ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ടേ.